അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളിതാ ഒരു ട്രക്കിങ് പോണ്. ഞങ്ങള് നെല്ലിയാമ്പതിൽ ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് തീർന്നു വെച്ചാൽ വണ്ടി കയറി. അപ്പോൾ നമ്മുടെ പൈലറ്റ് പറയണ 1.5 മണിക്കൂർ എടുക്കുന്നത്. ഇതാണ് കോലം കണ്ട. നമ്മൾ പോണത് മിസ്റ്റ് ബംഗ്ലാവിനാണ്. അവിടെ ആ കാട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം. കാട്ടാനായുണ്ട്, കരടിയുണ്ട്, അങ്ങനെ കാട്ടുപോത്തുണ്ട്, പെരുമ്പാമ്പുണ്ട് എന്നൊക്കെ നമ്മുടെ പൈലറ്റ് പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു കാട്ടുപൂജാനെ കണ്ടാലും മതിയായിരുന്നു. അല്ല, അവിടെ എത്തിക്കെട്ടാന്നുള്ള യജ്ഞം. 5 മിനിറ്റ് ആയിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഇനി 85 മിനിറ്റ് കൂടി യാത്ര ചെയ്യണം. ഏത് പരിവാവോ എന്തൊന്നും അറിയില്ല. ആ വഴി കണ്ട നിങ്ങൾ ഇതുണ്ടാ. ഇത് ഞാൻ ക്യാമറ ആട്ടണമെന്നല്ല കേട്ടോ. നമ്മൾ ക്യാമറ ആട്ടണമെന്നല്ല. ഇതാണ് ഈ സംഭവം. ആട്ടത്തോട് ആട്ടം. ഞാൻ ഈ കൂടുതൽ പറയില്ല, നിങ്ങൾ കണ്ടാൽ മതി. ഇനി ഇതിനിടയ്ക്ക് അങ്ങനെ അരിക്കൊമ്പം വരെ അങ്ങനെ ഏതെങ്കിലും കൊമ്പം വന്നാൽ ഇത് പറയും വേണ്ടതേ. പുള്ളിക്ക് തന്നെ പേടി. എൻ്റെ പൊന്നു നോക്കിയാൻ ഈശ്വര. ലോക സമസ്ത സുഖിനോ ബന്ധു. ആള് പേടിച്ചു പോയി. വണ്ടി നിർത്തി പറയാൻ പറയട്ടാ. കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കുരിശ് ചുമക്കാണ്ട് ഇനി ഒരു നിവൃത്തിയില്ല. ഇതണ്ട എൻ്റെ പൊന്നേ, ഒരു പാറയുമെന്ന് ഒരു പാറയുമ്പേക്ക് ചാടാൻ പോണേ. അമ്മേ, ഞാൻ പല പ്രാവശ്യമായി പറഞ്ഞ ലേഡീസിൻ്റെ അടുത്ത് വീട്ടിലിരുന്നാൽ മതി, ഈ പുലിവാലിന് പറ്റാന്ന്. അപ്പോൾ അവർക്ക് വന്നേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവര് മനസ്സിലായില്ലേ കേട്ടാ. ഇനി മേല് തുടങ്ങി മക്കളെ അംഗം തുടങ്ങിയിട്ടുള്ളൂട്ടാ. ചന്ത് വരാൻ പോണുള്ളൂ. വളരെ ഭീകരാട്ടോ. ഇതറിഞ്ഞ് അതിനകത്ത് കയറില്ലായിരുന്നു കേട്ടോ. കയറിപ്പോയി. ആര് പറഞ്ഞേ? 1.5 മണിക്കൂറാ. എല്ലാവർക്കും വളരെ പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ തോന്നി കെട്ടിയോമാരെ കൊല്ലണമെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടാണ് പറയണേ, എന്തെങ്കിലും കേൾക്കുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ ചാടിക്കറി പോരരുത്. നെറ്റിലടിച്ച് നോക്കണം. എല്ലാവരും ഫോണിൽ നെറ്റ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടൊക്കെ കയറി പോരാ. ഇപ്പൊ ഇവര് മനസ്സിലായില്ലേ? ഞങ്ങൾ ജെൻസ് ഏത് തെങ്ങുമ്പോൾ കയറും. പക്ഷെ നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്ന കയറാൻ വരെ പ്രശ്നം വേണ്ട. എൻ്റെ ഈശ്വര അതേ വരുന്നത്. ഇത് അപ്പുറത്ത് കാട്ടുപോത്ത് ഇല്ല അല്ലേ? എന്തെങ്കിലും സംഭവിക്കുന്നത്. പക്ഷേ ടയറിന്റെ വീലൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തല്ലേ? എനിക്ക് അങ്ങനെ പേടിയില്ല. ഇതെന്തിനപ്പോ ഇങ്ങനെ വണ്ടിക്ക് വിളിക്കണേ? എന്നാ ഞങ്ങൾ കയറി പോകുന്ന വഴി കണ്ട. ഫോൺ പോയി വണ്ടി നിർത്തല്ലോ. ഫ്രണ്ടിൽ വീണാലും കുഴപ്പമുള്ളൂ. അതെ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാം. കൈ വേദനക്കണ്. ആ, ഇതാണ് സംഭവിക്കാൻ പോണ സംഭവം കണ്ട. നോക്കിയേ, ഓണടിക്കണ്ടോ പ്രശ്ന. ദൈവമേ, തണ്ടലില്ലാത്തൊരു കാര്യം. അതൊക്കെ എനിക്ക് സങ്കടം വരുന്നത്. നമ്മുടെ തണ്ടലൊരു കുഴപ്പമില്ലാട്ടാ. ഏയ്, എനിക്കറിയില്ലായിരുന്നു പൗലോസ് അങ്ങനെ കൊണ്ടുവരാന്ന്. എൻ്റെ അമ്മേ, അപ്പൊ തന്നെ ഞാൻ മൂന്നാറ് ട്രക്കിങ്ങിന് എസ്റ്റേറ്റിലേക്ക് പോയ ഓർമ്മ വന്നത് ഇതേമാതിരിയായിരുന്നു. ഈ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ ചെറിയ മീൻ പിടിക്കുന്ന ചെറിയ പരിപാടിയാന്നല്ലേ. അല്ല, നമ്മൾ പോയി വഴിക്ക് മുന്നേ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞവരെ കൊണ്ടുവന്നേ. ഇപ്പൊ ഇവർക്ക് വരും, മനസ്സിലായി. ഇനി ഇവര് ജീവിതത്തിൽ വരില്ലാട്ടാ. അതൊന്നുമില്ല, ഒരു സംഭവമല്ലേ. ഡ്രസ്സല്ലേ?
അതൊന്നും പറഞ്ഞ് ഞങ്ങൾ തളർത്താൻ നോക്കണ്ട, വേണ്ട. നമ്മളിതിലും വലിയ കുരിശെടുത്തിട്ടുള്ളതാ, ഗാഗുൽത്താൻ വരെ വരെ പോയിട്ടുള്ള. പിന്നീട് ഇപ്പോൾ ഇത് അല്ല അല്ല നാരികളെ, നിങ്ങൾ എന്തിനാ അങ്ങനെ വിഷമിക്കണേ? നിങ്ങൾ വണ്ടിയിൽ കയറിയേക്ക് വണ്ടി വലിക്കണേ. യേശു ക്രിസ്തു ആ മരക്കുരിശും ചോന്നുകൊണ്ട് ഗാഗുൽത്താ പോലെ മുഴുവൻ കയറി, വേണ്ട. അയാള് ചാട്ടോറ അടി മേടിച്ചു, നിങ്ങൾക്ക് പോലും മേടിച്ചോ? നിങ്ങളെ രക്ഷിക്കാൻ കെട്ടിയവന്മാരെ അപ്പുറത്ത് പറയും. ആ യേശു ക്രിസ്തുവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൻ. പുള്ളിക്ക് ദാഹിച്ചപ്പോൾ കയ്പനീര് കൊടുത്തു, ദേഷ്യം വന്നപ്പോൾ മരോട്ടിക്കായ കൊണ്ട് എറിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഉണ്ടാക്കി കഴിക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡ്രൈവർ വരെ ഓണടിക്കുന്നുണ്ട്, വേറെ ഒന്നിനല്ല. ആന വരുന്ന വെച്ചിട്ടാണ്. ആ പിടിച്ചിരുന്നോ വണ്ടി സ്ലിപ്പാവും. ആ അങ്ങനെ ഇല്ല. ആ ആ അങ്ങനെ കഴിപ്പോട്ടെ, അങ്ങനെയാണ് പോട്ടെ. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിങ്ങിൻ്റെ ആദ്യ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 5 ഭാഗമുണ്ട്, അതിൽ ഇനി 4 ഭാഗം ബാക്കിയാ. നീയല്ല പറഞ്ഞ ഹൈവേ തുടങ്ങി, ഇതാണോ മറ്റേ ഹൈവേ? ഹൈവേ ഈശ്വര. 150 കൊല്ലങ്ങൾക്ക് മുന്നേ സായിപ്പ് റോഡ് വെട്ടി അവിടെ വലിയ കെട്ടിടം പണിതു. ഇപ്പൊ ആ വഴി കൂടെ പോവാനായിട്ട് ഇത്ര വിഷമിക്കുന്നതിനാന്നേ. ആ ഞാൻ മറ്റേ ലേശം കൂട്ടി പറഞ്ഞ ഇത് നോക്കിയേ, കണ്ട. ഞങ്ങൾക്ക് പിടിക്കാൻ കമ്പി മാത്രമേ ഉള്ളൂ, ഡ്രൈവർക്ക് വേറെ വെച്ചിട്ടുണ്ട്. പൈലറ്റിന് സ്റ്റിയറിംഗ് ഉണ്ട്, പുള്ളി ആകുമ്പോൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നിനക്ക് ഇന്ന് വൈകുന്നേരം കിട്ടും പോലും എന്ത് പറഞ്ഞ കാര്യം. പക്ഷെ സത്യം പറയാലോ, നല്ല തണുത്ത കാറ്റ്, ചുറ്റുപുറവും നോക്കിയേ, കാട്, കോട, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരല്പം മിണ്ടി പറഞ്ഞ് പോയാലെന്ന് കുഴപ്പം. ഉച്ചയ്ക്ക് എല്ലാവരും ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അണ്ട ബിരിയാണി ഒക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു. അമ്മേ ഇപ്പൊ കാണണേ, ദൈവമേ. അതെ, അംഗങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. എന്നിരുന്നാലും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഞങ്ങളുടെ പൈലറ്റ് ആളൊരു പോലീസാട്ടാ, ആൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ പൈലറ്റ് പറഞ്ഞേട്ടാ, ഒരു ദിവസം 5 ട്രിപ്പ്. ഒരു ട്രിപ്പിന് എത്രയാ? മോളിൽ കൂടെ പോണ വാങ്ങുന്നതിൻ്റെ പൈലറ്റിന് വരുമ്പോൾ ശമ്പളം ഉണ്ടാകും എനിക്ക് തോന്നണം. പക്ഷെ കോട വന്നു. പക്ഷെ വേറെ ഒന്നും കേട്ടാ, ഒരു 3-4 ട്രിപ്പ് പോകുന്ന വണ്ടി എങ്ങനെയാലും 2 ദിവസം വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരും. കണ്ടാ, അങ്ങനെ ഞങ്ങൾ 1ാം സ്ഥലത്ത് എത്തി, ആദ്യത്തെ വ്യൂ പോയിന്റ്. കണ്ടാ, ഇനി ഇതേപോലത്തെ 5-6 വ്യൂ പോയിന്റുകളുണ്ട്. ആ വേണ്ട കണ്ട, നോക്കിയാൻ നല്ല കോട കണ്ട, കോട. ഞങ്ങൾ തായ്ലാൻഡിൽ പോയിട്ടേ ആകാശത്തിൽ കൂടെ പോയിട്ട് ഈ പ്രശ്നം ഉണ്ടായില്ല. കാര്യം ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ലേഡീസൊക്കെ ഭയങ്കര ഉഷാറാ. പിന്നെ ഞങ്ങളാണ് പ്രശ്നക്കാര്. നിങ്ങളാ പ്രകൃതി ഭംഗിയൊക്കെ നോക്കിയാൻ കുറച്ച് തമാശ ഞങ്ങൾ പറഞ്ഞുള്ളതാണ്. ഇങ്ങനെ അടച്ചു പൂട്ടി വീട്ടിലിരുന്നിട്ട് വല്ല കാര്യണ്ടോ? ചക്കരൊക്കെ മുടക്കി പോവാ, കൈമത്തെ വളയൊക്കെ ഊര്, കഴുത്തിലെ ചെയിനൊക്കെ ഊര്. പിള്ളേർ വേറെ അടി ഉണ്ടാക്കണമെങ്കിൽ നല്ലതല്ലേ. അതാ കാണുന്നത് നമ്മുടെ പൈലറ്റ്.
പൈലറ്റ് ആയാലും പോലീസ് കണ്ട ഏത് ഭൂമിയിലേക്ക് വന്നാലും ഇല്ല. ആ പൈലറ്റ് പേരെന്തിട്ട് പറഞ്ഞേ? ജോസഫ്. അതായത് നമ്മുടെ മാതാവിൻ്റെ മണവാളന്മാരെയാണ്. പുള്ളി ജോസഫാണ്. പുള്ളിക്ക് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. എന്ത് വന്നാലും പുള്ളി നോക്കുന്ന പറഞ്ഞേ. അതെ, താഴത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കരുന്ന്. അഗാധമായ കുണ്ടിലേക്കായിരിക്കും പോണേ. കണ്ട, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ, കോട. കണ്ട, ലേഡീസൊക്കെ ഉഷാറായിട്ടാ. വണ്ടി നിർത്തിയപ്പോൾ അവർ ഉഷാറായി. അതുവരെ മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. കണ്ട, യെസ്. ഞാൻ ഇനി നീട്ടണില്ല. 2ാം പോയിന്റിൽ നമുക്ക് വീണ്ടും എടുക്കാം.